അമ്മേ അളിയ വേണം അച്ഛൻ ഓടിക്കും. ഇനി ഡ്രൈവർ ചേഞ്ച്. വി ആർ ഗോയിങ് ടു തമിഴ്നാട് സുഹൃത്തുക്കളെ. അണ്ണേ വാങ്ങണേ. ഇനി ഞാൻ ഫുള്ള് തമിഴാണ് കേട്ടോ. ശരി டிரைவர் சேஞ்ச் பண்ணியாச்சு. பேசுறது மொத்தம் தமிழ் தான் சுத்த தமிழ். அங்க கம்ஃபர்டபிளா அங்க இருக்கிறதுக்கு செட்டு அண்ணா கிளாஸ் போடுங்கண்ணே அப்படி ஏறட்டும். എന്റെ തലമൊത്തം നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. പനി വരെ ഉണ്ടോ അറിഞ്ഞൂടാ. ലെറ്റ്സ് ഗോ ടു തമിഴ്നാട്. തമിഴ്നാട് പോയിട്ട് നമുക്ക് നല്ല ബൺ പൊറോട്ടയും മറ്റേ കൊത്തൻ ചിക്കനും പിന്നെ പച്ചക്കറിയും മേടിക്കാം. ഇല്ല കാടക്കോഴി ഉണ്ടല്ലേ, കുരുമുളക് കിട്ടി ഇങ്ങനെ പെരട്ടി തരും. അതുപോലെ മറ്റേ ഇല്ല ബുൾസൈ, എന്തിന് കലക്കി ബുൾസൈ കിട്ടും. കലക്കി ബുൾസൈ അതൊക്കെ തിന്നാൻ നമുക്ക് പോയിട്ട്. റഹ്മത്ത് ഹോട്ടൽ അല്ല ഉച്ചക്ക് വീട്ടിലൂണ്, വൈകിട്ട് തമിഴ്നാട്ടിലെ ബോർഡർ ചിക്കൻ കേട്ടപ്പോ ഈ ചെറിയ വെള്ളം ലീക്ക് ഉണ്ട് കേട്ടോ. അതാണ് ഈ ടാർപ്പ് അടിച്ചു വെച്ചേക്കണം. ചെറിയ വെള്ളം അല്ല. ഓഹോ ആള് പോവല്ലേ ഇപ്പൊ വീണേനെ റോഡി. നാമ തമിഴ്നാട് എത്തിയാச்சு. நம்ம ஊர்ல நம்ம எத்தியாச்சு அண்ணா. நாங்க எண்ணெய் அங்க எங்க எல்லாம் இருக்கு. நேரச்சும் டீசல் தான். மண்ணெண்ணெய் இருக்கானே அங்க இருக்குதா எண்ணெய். அப்படி போட ஆத்தாடி அண்ணா തുറந்து വിടുங்கോ. അയ്യോ ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അവിടുന്ന് 1000 രൂപ അടിച്ചായിരുന്നല്ലേ. 1000 രൂപ അടിക്കാമല്ലേ. 1000 രൂപ അടിക്കാം. എന്തൊരു തമിഴൊക്കെ വരുന്ന പെട്ടെന്ന്. ഇവിടെ ലിറ്ററിന് എത്ര രൂപ? 93 രൂപയല്ലേ ലിറ്റർ. നമ്മുടെ അവിടെ എത്ര 97 തോന്നുന്നു അല്ലേ. 97 സംതിങ് ആണെന്ന് തോന്നുന്നു. ഇവിടെ 93 രൂപ കേട്ടോ ലിറ്റർ. അങ്ങനെ നമ്മുടെ അവിടെ അതൊന്നും പറയത്തില്ല. വെക്ക അടിക്ക പോവാ. 0 ആണോ 12 ആണോ നോക്കൂല, അടിക്ക. ഇറങ്ങി വെറുതാ ഇളം കാത്തില്ല കാറ്റ്. നല്ല കാത്തിருக்கு. നല്ല കാറ്റ് കേട്ടോ ഇവിടെ. ശരിക്കും നല്ല കാറ്റ് അല്ലേ. നല്ല കാറ്റല്ലേ. മൊത്തം നനഞ്ഞു കുഴഞ്ഞിരിക്കുവോ. തിരിച്ചു കഴിയുമ്പോ കുറെ പച്ചക്കറി പിടിക്കണം. നല്ല ലാഭമാണ് ഇവിടെ. ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് റഹ്മത്തി വന്ന കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്ക്. നിന്നിരിക്കാൻ പറ്റുന്നത് കണ്ടോ. അവിടെ എല്ലാം പാർക്കിങ് ഫുള്ളാ. ഇത് ഇവരുടെ കിച്ചൺ സൈഡാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ഇരുന്ന അണ്ണന്മാര് വെങ്കായം എല്ലാം വെട്ടിക്കിട്ടിருக்கு. അണ്ണാ ഇത് ബാക്ക് സൈഡിലല്ലേ ഇതൊക്കെ അടിക്കുന്ന പൊറോട്ടയൊക്കെ അടിക്കുന്ന ഇവിടെ തന്നെ. അവിടെയും അവരുടെ കിച്ചൺ ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. അകത്തോട്ട് പോ. എൻ്റെ അമ്മയെ അകത്ത് ഫുൾ ആളാണല്ലോ. എല്ലായിടത്തും നല്ല തിരക്കാ. എല്ലാവരും ഫുഡ് കഴിക്കാൻ. സീറ്റ് കിട്ടുന്ന കാര്യമാണ് പാട്. സത്യത്തിൽ റഹ്മത്ത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. ശരിക്കും നല്ല റേറ്റ് ആവുന്നുണ്ട് ഇവിടുത്തെ ഫുഡിന്. ഇങ്ങ ചിന്ന കോഴി ഇருக்கு, പെരിയ കോഴി ഇருக்கு. உங்களுக்கு എണ്ണ കോഴി വേണം? ഏതാവത് കോഴി. நீங்க ഒരുപാട് പേസ വേണ്ട. ഇങ്ങ ഇത് അറ മേടിച്ച് കൂട്ടും. എനിക്ക് തീരെ ആവതില്ലേ. കൊത്തിയ കോഴിയില്ലേ, വേറെ കൊത്തി മസാല ഇട്ടുണ്ട് പീസ് പീസാക്കി. അത് அந்த சின்ன கோழி போட்டு நசுக்கி போடுற கோழியா எல்லாம் வந்தாச்சு. ഞാൻ തമിഴ് പറയുന്നല്ലേ. അളിക്കണമാ? എനക്കും കൂടെ കൊഞ്ചം തണ്ണി ഊത്ത്. ഞാൻ അളിക്കാൻ പറ്റത്തില്ല. എന്റെ ഇങ്ങനെ തന്നെ ഇരുന്നത്. ഓ ഇന്താ അളിപ്പ് കുറച്ച് കൂടി പോയി കേട്ടോ. ഇത്രയും വെള്ളം ഒഴിച്ചോ? വെച്ച് കളയുമ്പോ വെള്ളം. നമ്മള് ശരിക്കും ഇപ്പോഴൊന്നും അല്ല സർപ്രൈസ് ആവാൻ പോണത്. ഇതിന്റെ ബില്ല് കൊണ്ടുവരും. വെങ്കായം വந்தாச்சு. പൊറോട്ട ഉണ്ടോ? ചെറിയ നൈസ് പൊറോട്ട. നോക്ക്
സൈസ് ഭയങ്കര ചെറുതാട്ടോ പൊറോട്ടയുടെ. എനിക്കും കൂടെ കൊഞ്ചം കറി ഊറ്റി കഴിഞ്ഞാൽ അതോട്ട് കറി ഇങ്ങോട്ട് മണ്ടയിലോട്ട് ഒഴിക്കാം. ഓർഡർ ചെയ്തില്ല, ഇവരെ തന്നെ കൊണ്ടിട്ടിട്ട് പോയതാ. ചിക്കൻ പറഞ്ഞില്ല ഇതുവരെ. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ല കേട്ടോ. അവര് തന്നെ ഇലയിടും, അവര് തന്നെ പൊറോട്ട ഇടും. ഓർഡർ എടുത്തില്ലല്ലേ? നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ല, വന്ന് നേരെ പൊറോട്ട ഇട്ട്. പൊറോട്ട ഒന്നും പറയത്തക്ക സംഭവമൊന്നുമില്ല. കൊള്ളാം. ചിക്കനാണോ കാടയാണോ? ചിക്കനല്ലേ? വേണ്ട, ചിക്കൻ പീസ് കൊണ്ട് വെച്ചു. എനിക്ക് പൊറോട്ട അത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ല എരി. കലക്കി. ഇത് കലക്കി ബുൾസൈ. കാട്ടിന്റെ ഇടയിൽ നിന്ന് അമ്മയുടെ കാലിൽ ഇവിടെ അട്ട കയറി തോന്നുന്നു കേട്ടോ. ഇവിടെ പൊങ്ങിയിരിക്കണം, ഇവിടെ പൊങ്ങിയിരിക്കണം അച്ഛാ. കുടിച്ച് പാല് പൊക്കാനും പറ്റൂല. നീ ആളുകളെ പൊക്ക്. അളി അട്ട കടിച്ചളിയാ അമ്മേ. വേണ്ടേ, ചൂട് കൊടുത്താൽ അതിന് ഇളവി വരും. വീണ ദേണ്ട ഈ അട്ടയായിരുന്നു കേട്ടാ. നമ്മളാരെയും കടിച്ചില്ലല്ലോ. ദൈവമേ, ഞാൻ തപ്പട്ടൊന്ന് പിടിച്ച. ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു അച്ഛൻ എന്തൊരു അമ്മയെ കത്തിക്കാൻ തീപ്പെട്ടി എടുത്തോണ്ട് ഈ പിടിവിടണേ തീപ്പെട്ടി കാണിച്ചാൽ മതി. ബ്ലഡ് ഇഷ്ടം പോലെ കുടിച്ചു കേട്ടാ. അടങ്ങുന്ന പുല്ല്. അത് ഇനി അടുത്ത് പോവാണ് ഇത് കുടിക്കേ. എടാ എന്റെ കാലിൽ വല്ലതും ഉണ്ടാടേ ഇനി നോക്കട്ടെ. മൊത്തം നമ്മളാ കാട്ടിന്റെ ഇടിക്ക് ഇറങ്ങി പോയില്ലേ. നമ്മൾ ഒത്തിരി കാട്ടിലൊന്നും പോയില്ലല്ലോ. നമ്മളൊത്തിരി കാട്ടിലൊന്നും പോയില്ലല്ലോ. ഇത് സംഭവേ നമ്മള് ഫുഡ് കഴിക്കാൻ പോയില്ലേ, അവിടെ കിട്ടിയതാ. പറഞ്ഞായിരുന്നു അവര് പറഞ്ഞ് കാലില് വെരിക്കോസ് ഉള്ളതും കാല് മുട്ടുവേദന കടിച്ചാൽ നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആന്നോ എങ്കിൽ പിന്നെ കടിക്കട്ടെന്ന്. അമ്മേ കൊളയട്ട കുടിച്ച് നശിപ്പിച്ച് കേട്ടോ. പണിഞ്ഞ് അമ്മ എത്ര നേരം കൊണ്ട് കുടിക്കണ്. എനിക്കൊന്നും നമ്മള് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയില്ല ഉച്ചക്ക്. അപ്പ കടിച്ചാണ് അമ്മേ. എപ്പോ കടിച്ചോ നിങ്ങൾ അറിഞ്ഞില്ലേ അമ്മ? ഇത് അറിയത്തില്ലടാ. ഞാനേ ഇപ്പൊ നോക്കിയപ്പോ ഒരു തണുപ്പ്. ഇതിന് എന്റെ വയറ്റത്താ ഫുള്ള് കടിച്ചത്. തൂങ്ങി അങ്ങനെയാണ് കാല് നല്ലതാ. കുടിക്കുന്നത് കുഴപ്പമില്ല, അത് വേറെ സീനുള്ള സംഭവമൊന്നുമല്ല. ലോട്ടറി പർച്ചേസ് ആണ് കേട്ടോ. ലോട്ടറി 500. GST കട്ടിയായില്ലേ? ലോട്ടറി കൂടുതലാണോ GST? അതിന്റെ കുറഞ്ഞില്ല? വെളിച്ചെണ്ണ കുറഞ്ഞല്ലോ. ഇല്ല പിന്നെ ഇതിന്റെ വാർത്തയിൽ പറഞ്ഞത് പിന്നെ 300 രൂപ. ഈ ഓണം പമ്പർ എത്ര? 500. GST പഴംപൊരിക്കൊക്കെ കുറഞ്ഞായിരുന്നല്ലോ. സത്യമായിട്ട് ന്യൂസ് പറഞ്ഞായിരുന്നു. വാഴക്കപ്പത്തിന്, ഉള്ളിവടക്ക് എല്ലാത്തിനും കുറഞ്ഞായിരുന്നു. ഇത് ആദ്യമേ അടിച്ചതല്ലേ, ഇത് അടിച്ചു വെച്ചതല്ലേ. ഓ, ഇതിപ്പോ 500 രൂപയാണ് കേട്ടോ. 25 കോടി രൂപ. എനിക്ക് ലോട്ടറി എടുക്കുന്ന ശീലമില്ല. ഞാൻ ഒറ്റ ഓട്ടം എടുത്ത് അത് അടിച്ചില്ല. നീ ആയാലും ഒന്നുള്ളൂ. അതെടുത്തോ. ഇല്ല എനിക്ക് അതിന് ശീലമില്ല. അല്ല ശീലം വേണ്ട. നീ പറഞ്ഞ എടുക്കുന്നതിന് എന്തിനാണ് ഞാൻ പിടിക്കുക? നമ്പർ കാണിച്ചു കൊടുക്കണ്ട ആർക്ക് കറക്കി വിടാവേ. എനിക്ക് ഈ നമ്പർ വെച്ചിട്ടൊന്ന് നോക്കണം. നീ ഒന്നും എടുത്താ മതി. ഇത് അങ്ങനെയൊന്നുമില്ല. ലാസ്റ്റ് അടിച്ചത് എന്റെ 500 രൂപ പറയില്ല. നീ പറഞ്ഞ എടുക്കട്ടെ. അത് മതിയച്ചേ. 1000 രൂപയുടെ ലോട്ടറി ഒന്നും വേണ്ട, ചെറുതെടുക്കിനി. ദൈവമേ, ഇതെത്ര രൂപ?
50 രൂപ ടിക്കറ്റ്. ഈ ലോട്ടറി എടുപ്പ് ഭയങ്കര സീനാട്ടോ. കാരണം നമ്മൾ എടുത്തൊരു വട്ടം അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു ഹരവും, നമ്മൾ എടുത്തോണ്ടേ ഇരിക്കും. പക്ഷെ അടിച്ച ഒരു രസമാണ്. അച്ഛൻ അടിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ എടുക്കുന്നൊന്നുമില്ല. ആ പിന്നെ എന്നിട്ടാണ് എടുക്കണത് ഇപ്പൊ. അതങ്ങ് എടുത്തോ. ഞാനും ഒന്നെടുത്ത് അമ്മ ഒന്നെടുത്ത്. അച്ഛൻ 600 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കേട്ടോ. 600 രൂപയ്ക്ക് ടിക്കറ്റ് നമ്പർ എല്ലാരും കാണിച്ചു വിടല്ലേ ഒരിക്കലും? ഓ പിന്നെ ഇപ്പൊ അങ്ങ് അടിക്കുവോ? ഇതൊക്കെ ഒരു രസമല്ലേ? ഇതാണ്ടേ 3 ടിക്കറ്റ് എടുത്ത് നമ്മള്. 50ന്റെ 2 എണ്ണം 500 രൂപ കടന്നു. കൊളയട്ടല്ല എണ്ണ സൊല്ലുത്. സൗഖ്യമാ? ടോപ്പിലെല്ലാം ബ്ലഡ്. ഇൻ കേസ് അടിച്ചാലേ ഞാൻ പറയത്തില്ല ആരടുത്ത്. ഞാനത് ഇങ്ങനെ വെക്കും. അറിയൂല്ലേ? അടിച്ചു കഴിഞ്ഞാൽ ആരും പറയില്ല കേട്ടോ. എല്ലാരും വീട്ടിൽ വരും. അടിച്ചില്ല മണി സത്യം കേട്ടോ. ഈ ലോട്ടറി അടിച്ചാലും എത്ര പകുതി പൈസ ഉണ്ട്, പകുതി കുറച്ച് പൈസ കിട്ടുന്നുള്ളൂ. ഇതിപ്പോ 30 കോടി കണ്ടല്ലേ? ഇതിന് 15 കോടി കണ്ട വരും. 12.5 ലക്ഷം രൂപ കിട്ടും. 12 ലക്ഷം? 12.5 കോടി. എനിക്ക് അടിച്ചാൽ ഞാൻ ഇത് മേടിക്കും. പോർഷെ 911 ഒരെണ്ണം എടുക്കണം. പിന്നെ ബാക്കി പൈസ എത്തിരി കൂടെ നീ ലോട്ടറി എടുത്തില്ലല്ലേ? ബാക്കി ഒരു ഡിഫൻഡർ കൂടെ എടുക്കാം. നീ ലോട്ടറി എടുത്തായിരുന്നു. നീ ലോട്ടറി എടുത്തില്ലല്ലേ? അച്ഛന്റെ ലോട്ടറി. അച്ഛന്റെ മണി ഇതെങ്ങനെ വരുന്നത് എന്റെ അക്കൗണ്ടിലല്ലേ? അയ്യോ ഇത് അടിക്കണേ. അടിക്കും, എന്തായാലും അടിക്കും. അമ്മക്ക് ഓണം പേപ്പർ, ഇപ്രാവശ്യത്തെ ഓണം പേപ്പർ അമ്മ കേട്ടോ. നിങ്ങൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കൊന്നും പോണ്ട, എന്റെ അടുത്തുള്ളത്. ഹാപ്പി തുട്ടൻ ദേന്റെ, ഹാപ്പി തുട്ടൻ ദേന്റെ. എന്നെ എന്തൊരു ഒരു മൈൻഡ് ഇല്ലാത്ത എനിക്ക്. എന്നെ മൈൻഡ് ചെയ്തില്ല. അപ്പൊ തുട്ടാ തേന്റെ തേന്റെ തേട്ടൻ തേന്റെ. എടാ ഇവൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഓ മൂത്ര കഴിക്കാനുള്ളതുകൊണ്ടാന്നോ? ഇവ ആമ്പട്ടികള് മുള്ളും പോലല്ല മുള്ളുന്നത്. ആമ്പട്ടികള് മുള്ളുമ്പോ കാല് വെക്കത്തില്ലേ? എന്റെ അടുത്ത് ഒരു ഇതും ഇല്ലല്ലോ ഇപ്പോ. അത്രേ ഉള്ളൂ. ഇനി നേരെ പോയി കിടന്ന് ഉറങ്ങുക. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഒരു പിന്നെ കർണാടകയും കൂടെ പോയാലോ? അവിടെ നല്ല കൊത്തി കീറിയ പൊറോട്ട ഉണ്ടെന്ന് പറയുന്നത്. ഇന്നാലെ പോയി അത്രയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ബൈ. ബ്ലുംബടി